ശരി. അപ്പോൾ ഇന്ന് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയണത്, ഈസമാർ വാസുവർ എന്നുള്ള. അതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അതായത് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്രീ ബാച്ച്, ഇതിപ്പോൾ ഒരു ഫ്രീ ബാച്ചിനുള്ള ക്ലാസ്സാണ്. ലൈവ് ക്ലാസ്, ഫ്രീ ബാച്ചിലുള്ള ലൈവ് ക്ലാസ് ഒന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. ആകെ ഒരൊറ്റ ലൈവ് ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. ഇനി ഏറിയാൽ ഒരു ക്ലാസ്സും കൂടെ ലൈവ് ക്ലാസ് ഉണ്ടാവും, പിന്നെ ലൈവ് ക്ലാസ് ഉണ്ടാവില്ല. പിന്നെ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും, ഒന്നെങ്കിൽ റെക്കോർഡ് ക്ലാസ് അല്ലെങ്കിൽ വോയിസ് ക്ലാസ് ആയിരിക്കും ഗ്രൂപ്പിൽ കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ നടത്തുന്ന ലൈവ് ഇൻട്രൊഡക്ഷൻ, നിങ്ങളത് എങ്ങനെ ഉപയോഗിക്കണം, എന്തുകൊണ്ട് നമ്മൾ ഫ്രീ ക്ലാസ്, കുറേ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്തിനിപ്പോൾ ഫ്രീ ക്ലാസ് കൊടുത്തിട്ടുള്ള ഉപയോഗം എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഫ്രീ ക്ലാസ് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി എല്ലാവർക്കും കിട്ടണം. ഒന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി എല്ലാവരും അറിയണം, ക്ലാസ്സിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് എല്ലാവരും അറിയണം എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ബേസിക് ആയിട്ടുള്ള, ഇപ്പോൾ ഞാൻ ചില ക്ലാസ്സുകൾ പല ആളുകളും ജോയിൻ ചെയ്തിട്ട് അവർ ശേഷം എൻ്റെ ക്ലാസ്സിലൊക്കെ വന്നവരുണ്ട്. അതായത് പല കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തതിൻ്റെ ശേഷം എൻ്റെ ക്ലാസ്സിലൊക്കെ കയറി വരണം. അവർ ഒരുപാട് ഫീസൊക്കെ കൊടുത്തിട്ട് പഠിച്ച ആളുകളെ ഞാൻ പഠിച്ച നോട്ടുകളൊക്കെ നോക്കിയായിരുന്നു. ആ പഠിച്ച നോട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ അവർ ക്ലാസ്സിൽ പഠിച്ച നോട്ടുകൾ വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്, വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് അവർ ക്ലാസ്സിൽ നോട്ട് പോയിട്ട് പഠിച്ചാൽ. ആ സാധനങ്ങളൊക്കെ എല്ലാവർക്കും നിർബന്ധമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്, റൈറ്റ്. അതൊന്നും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പൈസ കൊടുത്തിട്ട് കിട്ടേണ്ട സാധനങ്ങളല്ല, അത് ഫ്രീ ആയിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനത്തെ ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഈസമാർ, വാസുവർ, ഹാവ്, ഹാസ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ്. ഇങ്ങനെയുള്ള ഈ സ്ട്രക്ചേഴ്സ് എല്ലാവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ആ സ്ട്രക്ചേഴ്സ് ഫ്രീ ആയിട്ട് എല്ലാവരും കിട്ടണം. അതൊരു എന്താ പറയുക, അതൊരു നമ്മളുടെ ഒരു പോളിസി പോലെയാണ്. കാരണം നമ്മുടെ ക്ലാസ്സിൽ ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് പെയ്ഡ് നടത്തുന്നുണ്ട്. പക്ഷെ ആ പെയ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇത്രയും ബേസ് ഇല്ലാത്ത ആളുകൾ വന്നിരുന്നിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ആ ക്ലാസ്സിലേക്ക് വരണം എന്നല്ല പറഞ്ഞാൽ, ഞാൻ ഒരാളെയും ആ ക്ലാസ്സിൽ ക്യാൻവാസ് ചെയ്യാറില്ല. ഇങ്ങനെ ഫ്രീ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രീ ക്ലാസ് ഇരുന്നവരോട് തന്നെ ചോദിച്ചാൽ മതി. ഇങ്ങനെ ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ ക്യാൻവാസ് ഒന്നും ചെയ്യാറില്ല. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഞാൻ പോസ്റ്റർ ഇടും, ഒന്ന് ഷെയർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലാതെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം എന്നൊന്നും പറയാറില്ല, റൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, അപ്പോൾ ഇതാണ് ഞാൻ ഇതിൽ ചെയ്യാനുള്ള ഫ്രീ ബാച്ച് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യമേ പറഞ്ഞു, ഞാനിപ്പോൾ ഇത് തുടങ്ങുന്നത് തന്നെ എന്താണ്, വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ഭാഗം പോലും അറിയാത്ത ആളുകൾക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ആദ്യത്തെ 2-3 ക്ലാസ്സുകൾ, ആദ്യത്തെ 3 ക്ലാസ്സുകൾ ഉറപ്പായിട്ടും പക്ക ബേസ് മാത്രമായിരിക്കും. അതായത് ഈസമാർ, ഇന്നിപ്പോൾ ചിലപ്പോൾ ഈസമാർ മാത്രം എടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നാളെ വാസുവർ എടുക്കും, പിന്നെ ഹാവ്, ഹാസ് എടുക്കും. അങ്ങനെയുള്ള വേറെ പിന്നെ കുറച്ച് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന, എപ്പോഴും ഉപയോഗിക്കേണ്ടുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അത് പറഞ്ഞു തരും. ഇത്രയായിരിക്കും. അതോടെ ഈ ഈ ഒരു കോഴ്സ് ഞാൻ അവസാനിപ്പിക്കും. പിന്നെ ഒരു കാര്യം, നിങ്ങളാണ് അപ്പോൾ ഞാൻ ഒരു ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നടത്തിയിരുന്നു. അതിൻ്റെ കുട്ടികളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് ഞാൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, യൂട്യൂബിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ആ കുട്ടികൾക്ക് 21 ദിവസം ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഏകദേശം അത്ര തന്നെ സംഭവങ്ങൾ ഞാൻ ഈ ഒരു 14 ദിവസം കൊണ്ട് ഉൾപ്പെടുത്തുന്നത്, റൈറ്റ്. ഓക്കെ, പരമാവധി പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ ഈ 14 ദിവസം കൊണ്ട് ഉൾപ്പെടുത്തും. ഇനി നിങ്ങളാണ് അവസാനത്തെ ബാച്ച് 14 ദിവസം കിട്ടുന്നത്. അടുത്ത ബാച്ച്, അടുത്ത ഫ്രീ ബാച്ചിൽ ഒരിക്കലും 14 ദിവസം ഉണ്ടാവില്ല, 7 ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 7 ദിവസം പങ്കെടുത്താൽ ഉറപ്പായിട്ടും അവർക്ക് ഉപയോഗം ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് കേട്ടോ. ശരി. ഇനി ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. നേരെ വൈകി ജോയിൻ ചെയ്ത ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു സ്ക്രീന് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഈ ഭാഗമൊക്കെ അറിയാമെങ്കിൽ ക്ലാസ്സിലിരിക്കണം നിർബന്ധമില്ല കേട്ടോ. ഈ ഭാഗം അറിയാമെങ്കിൽ, അതായത് ഇങ്ങനെ ഈസമാർ, വാസുവറൊക്കെ നല്ല രീതിയിൽ അറിയാമെങ്കിൽ ക്ലാസ്സിലിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ലെറ്റ്സ് ഗോ. ശരി, ആദ്യത്തെ ഭാഗം. അപ്പോൾ ഈസമാർ പറയുന്നതിന് മുൻപേ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് അറിയാത്തവരുണ്ടെങ്കിൽ എന്താണെങ്കിലും പഠിക്കണം. അതായത് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഇരിക്കുന്ന, ലൈവിലിരിക്കുന്നതോ റെക്കോർഡ് കാണുന്നതോ ആയിട്ടുള്ള 98% ആളുകൾക്കും ഇത് അറിയുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. വെറും 2% ആളുകൾക്ക് ഇത് അറിയാത്തുണ്ടാവുള്ളൂ. എന്നാലും ആ 2%ത്തിനും അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോണത് കേട്ടോ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഹി എന്ന് പറഞ്ഞാൽ ഐ ഞാൻ, ഒരു ഹീക്ക് മുമ്പേ
ഓക്കെ ഹിയർ. യു എന്ന് പറഞ്ഞാൽ നീ എന്നും പറയും, നിങ്ങൾ എന്നും പറയും. ഓക്കെ. അതുപോലെ തന്നെ ദേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പറയുക? അവർ. ഈ സാധനം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. വി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പറയുക? ഞങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്. ഞങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്, നമ്മൾ എന്നുള്ള അർത്ഥമുണ്ട്. യു എന്നുള്ളതിന് നീയും നിങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള അർത്ഥമുണ്ട്. അതേപോലെ അയ്യു ദേവി പറഞ്ഞില്ലേ. പിന്നെ ഹി എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ. ഷി എന്ന് പറഞ്ഞാൽ അർത്ഥം അവൾ. ഇറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് അല്ലെങ്കിൽ അത്. ഇത് അല്ലെങ്കിൽ അത് എന്നുള്ള അർത്ഥമാണ് ഇറ്റിന്. ഓക്കെ. അപ്പം ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം, ഇത് മസ്റ്റാണ്. എന്നാലേ ബാക്കി ഭാഗങ്ങൾ പറഞ്ഞാൽ ഒരു വൃത്തി കിട്ടുള്ളൂ, പറഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഐ ഞാൻ, യു നീ നിങ്ങൾ, ദേ അവർ, വി നമ്മൾ, ഓക്കെ, ഹി അവൻ, ഷി അവൾ, ഇറ്റ് ഇത്. ഓക്കെ റെഡി. ഇനി ഗൈസ് ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകളില്ലേ, ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ, ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ ക്ലാസ്സിലിരിക്കുന്ന 98% ആളുകൾക്ക് അറിയുന്നുണ്ടാവും. ക്ലാസ്സിലിരിക്കുന്ന 98% ആളുകൾക്കും ഈ ഭാഗം അറിയുന്നുണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞു 2% ആളുകൾക്ക്, അറിയാത്ത 2% ആളുകൾക്ക് ഇത് അറിഞ്ഞിട്ട് മതി അടുത്ത ഭാഗത്തേക്ക് കടക്കല്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം 2% അർത്ഥം വരുന്ന ആ ഒരു ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടെ ഞാനൊന്ന് പറയട്ടെ. അതായത് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമുണ്ട്. എന്താണെന്നറിയോ? ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയാണെന്നറിയോ? അതായത് ഒരു മെത്തേഡാണ്, അതായത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് എൻ്റെ മെത്തേഡൊന്നുമല്ല, ഞാൻ വേറൊരു ടീച്ചറൊക്കെ ഒന്ന് കണ്ടതാണ്. അതായത് ഒരു ഇൻ്റർനാഷണൽ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അതായത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിക്കുക. അതായത് പറഞ്ഞ് പഠിക്കുക. ഇത് അറിയാത്തവർക്കും കേട്ടോ പറയണേ, അറിയുന്നവർക്ക് ഇതൊന്നും വിഷയമല്ല. നമ്മൾ അടുത്ത ഭാഗം പറയുമ്പോൾ അത് കേട്ടാൽ മതി. അറിയാത്തവർ ഇങ്ങനെ പഠിക്കുക. ഇങ്ങനെ ആക്ഷൻ ഇട്ടിട്ട് പഠിക്കുക. ആരും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ആക്ഷൻ ഇട്ട് പഠിക്കുക. ഞാൻ, യു നീ. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ഒരു കൈയല്ലേ, ഞാൻ ഒന്ന്, യു നീ. എന്നിട്ട് എന്ത് പറയണമെന്നറിയോ? ദേ നാല് പേരിലാടിയിട്ട് ദേ അവർ, ഇങ്ങനെ ദേ അവർ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക. ദേ അവർ. വി ഞങ്ങൾ, വി ഞങ്ങൾ. അവ കൂടുതലാകുമ്പോൾ വി ഞങ്ങൾ. എന്നിട്ട് ഹി അവൻ, ഷി അവൾ, ഇറ്റ് ഇത്. ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു 3-4 തവണ അത് പറഞ്ഞാൽ അത് സെറ്റാവും കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കുവാണ്. ഇത് ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ അത് സെറ്റാവും. ഓക്കെ ശരി. അടുത്ത ഭാഗത്തേക്കാണ് ഇനി കടക്കുന്നത്. അതായത് ഇതാണ് ഇനി നമ്മളെ പ്രധാനപ്പെട്ട ഭാഗം. ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ, യു നീ നിങ്ങൾ, ദേ അവർ, വി ഞങ്ങൾ, ഹി അവൻ, ഷി അവൾ, ഇറ്റ് ഇത് എന്നുള്ളത് അർത്ഥം അറിയില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതിൽ അർത്ഥമില്ല അല്ലെങ്കിൽ മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ആദ്യം തീർത്തത്. അടുത്ത് പറഞ്ഞ ഈസ് ആം ആറ് എന്നുള്ളതാണ്. ഈസ് ആം ആർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? ആണ് അല്ലെങ്കിൽ ആകുന്നു. അതായത് അവൻ ടീച്ചറാണ്, അവൻ ഡോക്ടറാണ്, അവൻ സ്റ്റുഡൻ്റ് ആണ്, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അങ്ങനെയൊക്കെ പറയില്ലേ. ആ ആണ് 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 എന്നുള്ള അർത്ഥത്തിനാണ് ഈസ് ആം ആറ് പറയാ. ഈസ് ആം ആറ് പറയാ ആണ് 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 എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ ആകുന്നു, അവൻ ഫ്രണ്ടാണ്, ടീച്ചറാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പൊ ഐ എന്ന് പറഞ്ഞാൽ ഞാനല്ലേ. ഇപ്പൊ ഐ ആം, ഐന്റെ കൂടെയാണ് ആം വരിക. ഐ ആം എ സ്റ്റുഡൻറ്, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പൊ യു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കൂട്ടാ, ഒന്നിൽ കൂടുതലുള്ളതിന്റെ കൂടെ നമ്മൾ ആറാ വെക്കുക. 6 കേട്ടാ. ഒന്നിൽ കൂടുതലുള്ളതിന്റെ കൂടെ നമ്മൾ 6 വെക്കുക. ഓക്കെ. 3ന്റെ അർത്ഥം എന്ത് ഈസ് എന്ന് പറഞ്ഞാലും ആണ് എന്നാണ് അർത്ഥം, ആം എന്ന് പറഞ്ഞാലും ആണ് എന്നാണ് അർത്ഥം, 6 എന്ന് പറഞ്ഞാലും ആണ് എന്നാണ് അർത്ഥം. 3ന്റെ അർത്ഥം ഈസാമാർ എന്ന് പറഞ്ഞാൽ ആണ് 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 തന്നെയാണ്. പക്ഷെ ഐന്റെ കൂടെ മാത്രമാണ് ആം വെക്കുള്ളൂ. ഞാൻ എന്നുള്ളതിന്റെ കൂടെ ഐ ആം എ സ്റ്റുഡൻറ്, ഞാൻ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഐ ആം എൻ എഞ്ചിനീയർ, ഞാനൊരു എഞ്ചിനീയർ ആണ്. ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ്. അങ്ങനെ ആണ് ആണ് എന്നുള്ളത് ഐന്റെ കൂടെയാണ് നമ്മൾ ആം വെക്കുക. ഐന്റെ കൂടെയാണ് നമ്മൾ ആം വെക്കുക. ഇനി 6 എന്നുള്ളതും അതേ അർത്ഥം തന്നെയാണ്. ആം എന്ന് പറഞ്ഞാൽ ആണ് എന്ന അർത്ഥം പോലെ തന്നെയാണ് 6 എന്ന് പറഞ്ഞാലും ആണ് ആണ് തന്നെ അർത്ഥം. പക്ഷെ ഇതിന് 6 എന്നുള്ളത് ഒന്നിൽ കൂടുതലുള്ളതിന്. വി എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? വി എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെ, ഞങ്ങൾ ഒന്നിൽ കൂടുതലല്ലേ.
അതുപോലെ ദേ എന്ന് പറയുമ്പോൾ അവർ, ഒന്നിൽ കൂടുതലല്ലേ. യു എന്ന് പറയുമ്പോൾ നീ എന്നുണ്ട്, നിങ്ങൾ എന്നുണ്ട് അല്ലേ. യു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ച, യു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നുണ്ട്, നീ എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നിൽ കൂടുതലായിട്ടാണ് പരിഗണിക്കുക. നീ എന്ന് പറയുകയാണെങ്കിലും അതിനെ ഒന്നിൽ കൂടുതലായിട്ട് തന്നെ പരിഗണിക്കുക. അപ്പൊ അതുകൊണ്ട് യുവിന്റെ കൂടെ നമ്മൾ ആറ വെക്കുക കേട്ടാ. യുവിന്റെ കൂടെ ആറ വെക്കുക. നീ ഒരു സ്റ്റുഡന്റ് ആണ്, യു ആർ എ സ്റ്റുഡന്റ്. നീ ഒരു ടീച്ചറാണ്, എങ്ങനെ പറയും, യു ആർ എ ടീച്ചർ. നീ ഒരു ഡോക്ടർ ആണ് എന്നെങ്ങനെ പറയും, യു ആർ എ ഡോക്ടർ. ഓക്കെ, നീ ഒരു ഡോക്ടറാണ്, നീ ഒരു ടീച്ചറാണ്, അത് ഓർക്കണം. നീ ഓർക്കണത്, യു ആർ എ ടീച്ചർ, നീ ഒരു ടീച്ചറാണ് എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അതുപോലെ നോക്കൂട്ടാ, ദേ ആർ മൈ സ്റ്റുഡൻസ്. ദേ എന്ന് പറയുമ്പോൾ അവർ, ദേ എന്ന് പറയുമ്പോൾ അവർ. ദേ ആർ മൈ സ്റ്റുഡൻസ്, അവർ എന്റെ സ്റ്റുഡൻസ് ആണ്. അവർ എന്റെ ഫ്രണ്ട്സ് ആണെന്ന് എങ്ങനെ പറയും, അവർ എന്റെ ഫ്രണ്ട്സ് ആണെന്ന്. ദേ ആർ മൈ ഫ്രണ്ട്സ്, അവർ എന്റെ ഫ്രണ്ട്സ് ആണ്. ദേ ആർ മൈ ഫ്രണ്ട്സ്, അവർ എന്റെ ഫ്രണ്ട്സ് ആണ്. അവർ എന്റെ പാരന്റ്സ് ആണെന്ന് എങ്ങനെ പറയാം, ദേ ആർ മൈ പാരന്റ്സ്, അവർ എന്റെ പാരന്റ്സ് ആണ്. ദേ ആർ മൈ പാരന്റ്സ്, അവർ എന്റെ പാരന്റ്സ് ആണ്. ഓക്കെ, അവർ എന്റെ ബ്രദേഴ്സ് ആണെന്ന് എങ്ങനെ പറയും, ദേ ആർ മൈ ബ്രദേഴ്സ്. ദേ ആർ മൈ ബ്രദേഴ്സ്, അവർ എന്റെ ബ്രദേഴ്സ് ആണ്. ദേ ആർ മൈ സ്റ്റുഡൻസ്, ദേ ആർ മൈ ടീച്ചേഴ്സ്, ദേ ആർ മൈ ഫ്രണ്ട്സ്. അങ്ങനെ കേട്ടോ. അത് തന്നെ വി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്നല്ലേ. ഞങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്, നമ്മൾ എന്നുള്ള അർത്ഥമുണ്ട്. വി ആർ സ്റ്റുഡൻസ്, ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് ആണ്. രണ്ട് പറയാൻ വേണ്ടിയിട്ടും, നമ്മൾ സ്റ്റുഡൻസ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടും, ഞങ്ങൾ സ്റ്റുഡൻസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടും വി ആർ സ്റ്റുഡൻസ് തന്നെ പറയാം കേട്ടോ. അത് ഞങ്ങൾ സ്റ്റുഡൻസ് ആണെന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ എന്താണ് പുറത്തു പോകും എന്ന് പറയുമ്പോൾ, അയ്യോ സാറേ ഞങ്ങൾ സ്റ്റുഡൻസ് ആണ് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം, വി ആർ സ്റ്റുഡൻസ്, ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ടീച്ചേഴ്സ് ആണെന്ന് എങ്ങനെ പറയും, വി ആർ ടീച്ചേഴ്സ്. വി ആർ ടീച്ചേഴ്സ്, ഞങ്ങൾ ടീച്ചേഴ്സ് ആണ്. വി ആർ ടീച്ചേഴ്സ്. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് എങ്ങനെ പറയും, വി ആർ ഫ്രണ്ട്സ്. വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഫ്രണ്ട്സ് ആണ് അങ്ങനെയും പറയും അല്ലേ. വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഓക്കെ, വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. വി ആർ സ്റ്റുഡൻസ്, ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഇനി അതേപോലെ വി എന്ന് പറയുമ്പോൾ ഞങ്ങൾ, നമ്മൾ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞല്ലോ. ഹി എന്ന് പറയുമ്പോൾ അവൻ, അവൻ ഒരു സ്റ്റുഡന്റ് ആണ്, അവൻ ഒരു സ്റ്റുഡന്റ് ആണ്. ഹീസ് എ സ്റ്റുഡന്റ്. അവനൊരു ഡോക്ടറാണ് അങ്ങനെ പറയും, ഹീസ് എ ഡോക്ടർ അല്ലെ. ഹി ഈസ് എ ഡോക്ടർ. അതേപോലെ അവൻ ഒരു ടീച്ചറാണ്, ഹി ഈസ് എ ടീച്ചർ. ഹി ഈസ് എ ടീച്ചർ അല്ലെ. അതേപോലെ അവനൊരു എന്ത് പറയാം, റൈറ്റ്. ഓക്കെ, അവൻ എന്റെ ഫ്രണ്ടാണ്. എന്റെ ഫ്രണ്ട്, എന്റെ എന്ന് പറയുമ്പോൾ മൈ അല്ലേ, മൈ എന്ന് പറഞ്ഞാൽ എന്റെ. അവൻ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ എങ്ങനെ പറയും, ഹി ഈസ് മൈ ഫ്രണ്ട്. അവൻ എന്റെ ബ്രദർ ആണെന്ന് എങ്ങനെ പറയും, ഹി ഈസ് മൈ ബ്രദർ. ആണ് തന്നെ, ഹി ഈസ് മൈ ബ്രദർ, അവൻ എന്റെ ബ്രദർ ആണ്. ഹി ഈസ് മൈ ഫ്രണ്ട്, അവൻ എന്റെ ഫ്രണ്ട് ആണ്. ഹി ഈസ് മൈ ഫാദർ, അദ്ദേഹം എന്റെ ഫാദർ ആണ്. ഓക്കെ, റൈറ്റ്, മനസ്സിലായി. അദ്ദേഹം എന്റെ ടീച്ചറാണ് എങ്ങനെ പറയും, ഹി ഈസ് മൈ ടീച്ചർ. റൈറ്റ്. അതേപോലെ അവൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് പറയും, ഷീ. ഷീ ഈസ് എ സ്റ്റുഡന്റ്, അവളൊരു സ്റ്റുഡന്റ് ആണ്. ഷീ ഈസ് എ സ്റ്റുഡന്റ്, അവളൊരു സ്റ്റുഡന്റ് ആണ്. ഷീ ഈസ് എ സ്റ്റുഡന്റ്, അവളൊരു സ്റ്റുഡന്റ് ആണ്. അവളൊരു ടീച്ചറാണെന്ന് അങ്ങനെ പറയും. ഷീ ഈസ് എ ടീച്ചർ, അവളൊരു ടീച്ചറാണ്. ഷീ ഈസ് എ ടീച്ചർ, അവളൊരു ടീച്ചറാണ്. ഓക്കെ, അവളൊരു ഡോക്ടറാണെന്ന് എങ്ങനെ പറയും, ഷീ ഈസ് എ ഡോക്ടർ. ഷീ ഈസ് എ ഡോക്ടർ, അവളൊരു ഡോക്ടറാണെന്ന് പറയും ഇല്ലേ. ഷീ ഈസ് എ ഡോക്ടർ, അവളൊരു ഡോക്ടറാണെന്ന് പറയും. റൈറ്റ്, മനസ്സിലായില്ലേ. ഇത് നല്ലൊരു ദിവസമാണെന്ന് പറയാൻ ഇറ്റ് ഈസ് എ നൈസ് ഡേ. ഓക്കെ, ഇറ്റ് ഈസ് നമുക്ക് കൂടുതലായിട്ട് പിന്നീട് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എ നൈസ് കാർ, അതൊരു നല്ല കാറാണ്. ഇറ്റ് ഈസ് എ നൈസ് ഡേ, ഇതൊരു നല്ല ദിവസമാണ്. ഇറ്റ് ഈസ് എ നൈസ് ഫ്ലവർ, ഇതൊരു നല്ല ഫ്ലവർ ആണ് എന്നുള്ള അർത്ഥത്തിൽ പറയും കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഇപ്പൊ നോക്കൂട്ടാ, ഒരു നർത്ഥം വരുമ്പോൾ മാത്രമേ ഏ വെക്കണ്ടുള്ളൂ കേട്ടോ. അവൻ ഒരു ടീച്ചറാണ്, അവൻ ഒരു സ്റ്റുഡന്റ് ആണെന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ ഒരു ബിസിയാണെന്ന് പറയോ, ഞാൻ ഒരു ബിസിയാണെന്ന് നമ്മൾ പറയോ, ഞാൻ ഒരു ബിസിയാണെന്ന് നമ്മൾ പറയോ സാധാരണ, ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ബിസിയാണെന്ന് പറയാൻ ഐ ആം ബിസി എന്ന് മാത്രം മതി കേട്ടോ. ഞാൻ ബിസിയാണെന്ന് പറയാൻ ഐ ആം ബിസി എന്ന് മാത്രം മതി. അപ്പൊ ഞാൻ യങ് ആണ്, ഞാൻ ചെറുപ്പമാണെന്ന് പറയാൻ ഐ ആം യങ്. ഞാൻ ഒന്നുകൂടെ സ്റ്റൈലായിട്ടുള്ള ആളാണ്, ഞാൻ സ്റ്റൈലിഷ് ആണെന്ന് പറയാൻ ഐ ആം സ്റ്റൈലിഷ്. ഞാൻ ബിസി ആണെന്ന് പറയാൻ ഐ ആം ബിസി. ഒക്കെ ആണ് എന്നുള്ള അർത്ഥത്തിൽ പറയാം അല്ലേ. റൈറ്റ്. ഞാൻ സ്ട്രോങ് ആണെന്ന് പറയാൻ ഐ എം സ്ട്രോങ്. ഞാൻ ബ്യൂട്ടിഫുൾ ഐ ആം ബ്യൂട്ടിഫുൾ. ഞാൻ ഒന്നുകൂടെ വ്യത്യസ്തനാണ്, ഡിഫറെൻ്റ് ആണെന്ന് പറയാം ഐ ആം ഡിഫറെൻറ്റ്. ഞാൻ ബുദ്ധിമാനാണെന്ന് പറയാം ഐ എം ഇൻ്റലിജൻറ്റ്. ഞാൻ മിടുക്കനാണെന്ന് പറയാം ഐ എം സ്മാർട്ട്. ഞാൻ ക്യൂട്ടാണെന്ന് പറയാൻ ഐ എം ക്യൂട്ട്. ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. ഐ എം ഒബീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല അനുസരണമുള്ള ആളാണ്.
ഐ ആം ലേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ലേറ്റ് ആണ്, നേരെ വൈകി എന്നുള്ള അർത്ഥം. ഓക്കെ റെഡി. ഇനി ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഞാൻ ഓരോ മലയാളം പറയും, നിങ്ങൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഞങ്ങൾ ഞങ്ങൾ ബിസിയാണ്. ഞങ്ങൾ ബിസിയാണ്. ഞങ്ങൾ ബിസിയാണ്. ഞങ്ങൾ ബിസിയാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഞങ്ങൾ ബിസിയാണ്. ടൈപ്പ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർ പറയുമ്പോൾ ആദ്യം യൂസ് ചെയ്യില്ല, അപ്പോൾ അതുകൊണ്ട് അറിയാത്തവരൊന്നും വയ്ക്കണം. ഞങ്ങൾ ബിസിയാണ് കേട്ടോ. ഞങ്ങൾ ബിസിയാണ്. ഞങ്ങൾ എന്നുള്ളതിന് വി. ക്യാമറ ഓൺ ആവുന്നത് നോക്കണേ. ക്യാമറ ഓൺ ആവണമെന്ന് നോക്കണേ. ഞങ്ങൾ ബിസിയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ്? ഞങ്ങൾ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? വി അല്ലേ? വി ആർ ബിസി. വി ആർ ബിസി. ഞങ്ങൾ ബിസിയാണ് അല്ലേ? വി ആർ ബിസി. ഞങ്ങൾ അപ്പം ഞങ്ങളാണെന്നുള്ള വി ആർ ബിസി. ഓക്കെ ഓക്കെ ട്ടാ, വി ആർ ബിസി. പിന്നെ വീഡിയോ ഓൺ ആവരുതേ. അതായത് ക്യാമറയുടെ ഐക്കൺ ഞാൻ കാണിച്ചു തന്നില്ലേ കഴിഞ്ഞ ദിവസം, വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ? ക്ലാസ്സിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമായിട്ട് ആ വീഡിയോയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യണേ. വീഡിയോ പുറത്ത് കാണാം. ഓക്കെ റെഡി. വി ആർ ബിസി. വി ആർ ബിസി. ഞങ്ങൾ ബിസിയാണ്. അടുത്ത് നോക്കൂട്ടാ. അവർ ലേറ്റാണ്. അവർ ലേറ്റാണ്. അവർ ലേറ്റാണ്. നമ്മൾ പറയില്ലേ, നമ്മളവരെ കാത്തുനിന്നൊരു കാര്യമില്ല, അവർ ലേറ്റാണ്. അവർ ലേറ്റാണ്. അവർ ലേറ്റാണ്. യപ്പ്, ഗുഡ് ജോബ് ഗൈസ്. അവർ ആണെന്നുള്ള അർത്ഥത്തിൽ അവർ എന്നുള്ളതിന് ദേ അല്ലേ? അല്ലേ? ദേ ആർ. ദേ ആർ. ദേ ആർ ലേറ്റ്. അവർ ലേറ്റ് ആണ്. ദേ ആർ ലേറ്റ് എന്ന് പറഞ്ഞാൽ അവർ ലേറ്റ് ആണ് അല്ലേ? അവർ ലേറ്റ് ആണ്. ഗുഡ്, ഗുഡ് ജോബ്. അവൻ സ്മാർട്ടാണ്. അവൻ സ്മാർട്ടാണ്. അവൻ സ്മാർട്ടാണ്. ഹി ഈസ് സ്മാർട്ട് എന്ന് മതി കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു എന്നുള്ള അർത്ഥം വരുമ്പോൾ മാത്രം നമ്മൾ ഏട്ടാ മതിയാ. അവൻ സ്മാർട്ടാണ് എന്ന് പറയുമ്പോൾ അവൻ ഒരു സ്മാർട്ടാണെന്ന് പറയണ്ടല്ലോ, നമ്മൾ അവൻ സ്മാർട്ടാണെന്ന് മാത്രം മതില്ലേ. ഒരു എന്നർത്ഥം വരുമ്പോൾ മാത്രം നിങ്ങൾ ഏട്ടാ മതിയാ. അപ്പോൾ ഒരു കാറ് എന്ന് പറയുമ്പോൾ ഏ കാർ എന്ന് പറയാം. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഏ ടീച്ചർ എന്ന് പറയാം കേട്ടാ. തൽക്കാലം അത് ആ ട്രിക്ക് യൂസ് ചെയ്താൽ മതി. ഒരു എന്നുള്ള അർത്ഥം വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏ എടുക്കാന്ന്. ഇപ്പം ഞാൻ എന്താ പറയുക, ഇതിലിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പക്ക ബേസിക്കാണ്. ഇപ്പം ഇങ്ങനെ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് നമ്മൾ അല്ലേ. കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ചെറുതായിട്ട് മാറി വരും. ഓക്കെ, അപ്പോഴും ആണ് എന്നുള്ള അർത്ഥം ഉണ്ടാവും, പക്ഷെ കൂടുതലായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ ചേർന്ന് വരും. അപ്പോൾ ബുദ്ധിമുട്ട് ഒരിക്കലും വരില്ല. കാര്യം എന്ന് പറയാം, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ അതായത് ഇപ്പം ഞാൻ പേടിൻ്റെ കാര്യം പറയാം. ഞാനത് ഒരു പ്രൊമോഷനായിട്ട് പറയല്ല, പക്ഷേ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് പറയാം. അതായത് നമ്മുടെ ക്ലാസ്സിൽ സാധാരണ വരുമ്പോൾ പെയ്ഡ് ക്ലാസ്സിക്ക്, അതായത് ക്ലാസ്സിന് വരുമ്പോൾ ഫസ്റ്റ് ഡേയിൽ ഞാൻ അവരോട് വെറുതെ ഒന്ന് ചോദിപ്പിക്കും. വെറുതെ ഒരു ടോപ്പിക് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും എന്ന് പറയും. എന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യിപ്പിക്കും. അതെന്തിനാണെന്നറിയോ? റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് നമ്മുടെ ഫസ്റ്റ് മന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു മാസം പെയ്ഡ് ക്ലാസ്സിൻ്റെ ആദ്യത്തെ ഒരു മാസം ലൈവ് ആയിരിക്കും ഉണ്ടാവുക. ആ ലൈവ് ക്ലാസ്സിൻ്റെ അവസാനം ഒരു മാസത്തെ അവസാനം എത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ റെക്കോർഡർ ക്ലാസ് കാണിച്ചു കൊടുക്കും. കാരണം അവരെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് ഡേ വന്നിട്ട് കുട്ടികൾ പറഞ്ഞാണ്, സാറേ ഒന്നും അറിയില്ല സാറേ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വന്നിട്ട് ഒരു വിഷമം പറയാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ ഈ മാസം കറക്റ്റായിട്ട് ക്ലാസ്സിന് വന്നാൽ അവസാനത്തെ ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾ ഏത് ടോപ്പിക്ക് പറഞ്ഞാലും അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ ഏത് ടോപ്പിക് പറഞ്ഞോ അവരതിനെക്കുറിച്ച് സംസാരിക്കും. ആ ലെവലിലേക്ക് എത്തുന്നുള്ള. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു അതിശയോക്തിയൊക്കെ തോന്നുന്നുണ്ടാവാം. പക്ഷെ എന്താണെങ്കിലും ഞാൻ ഇവിടെ വേണമെങ്കിൽ
നമ്മുടെ ഈ ഒരു ഫ്രീ ക്ലാസ്സിൻ്റെ അവസാനത്തെ ക്ലാസ്സിൽ വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെയ്ഡ് ക്ലാസ്സിലത്തെ കുട്ടികളെ കൊണ്ടുവരാം. നിങ്ങൾ ഏത് ടോപ്പിക്കും കൊടുത്തോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ സംസാരിക്കുന്നില്ല കേട്ടോ, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ സംസാരിക്കുന്നില്ല. ഗ്രാമർ മിസ്റ്റേക്ക് ചെറുതായിട്ട് വരും, ഒരു മാസം എല്ലാം ആയിട്ടുള്ളൂ. എന്താണ് ചെറിയ മിസ്റ്റേക്ക് വരും, പക്ഷെ അവർക്ക് പേടി ഉണ്ടാവില്ല, പറയാൻ പേടി ഉണ്ടാവില്ല. വളരെ കുറച്ച് ഗ്രാമർ മിസ്റ്റേക്ക് വരുള്ളൂ, റൈറ്റ്? കുറച്ച് ഗ്രാമർ, എന്നാലും കുറച്ച് വരും, കുറച്ച് മിസ്റ്റേക്സ് എന്തായാലും വരും. കാരണം അടുത്ത മാസം കൂടെ കഴിയുമ്പോഴേക്കും പിന്നെ ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരിക ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏത് ടോപ്പിക്കും കൊടുത്തു, അപ്പോൾ ഉദാഹരണത്തിന് ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു ബാഗിനെ കുറിച്ച് എന്താണെങ്കിലും 30 മിനിറ്റ് അവർ സംസാരിക്കും ഇംഗ്ലീഷിൽ, റൈറ്റ്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, അതിനൊരു സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോയാൽ സെറ്റാവും. അതേപോലെയാണ് ഇവിടുത്തെ കേസ്. എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോയാൽ സെറ്റാവും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും കേട്ടോ, റൈറ്റ്? ഇനി അടുത്ത് നോക്കാം. ഇനി പറയണൊരു കാര്യം, വി ആർ ഓക്കെ. ഇനി അടുത്തൊന്ന് പറയട്ടെ, എന്തുകൊണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു നിട്ടാൽ മതി എന്ന് പറഞ്ഞു. അതേപോലെ നീ ശക്തനാണ്. നീ എന്നുള്ളത് കേട്ടോ, നീ എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ പറയാ, നീ എന്നുള്ളത് യു അല്ലേ, നീ ശക്തനാണ്. അപ്പൊ യു ആർ സ്ട്രോങ്, നീ ശക്തനാണ്. ഗുഡ് ജോബ് കേട്ടോ, യു ആർ സ്ട്രോങ്, നീ ശക്തനാണ്. ഗുഡ് ജോബ്, ഗുഡ്. ഓക്കെ. ഇനി അല്ല ഇപ്പൊ നിങ്ങളിപ്പോ ആണെന്ന് പറയാൻ ഏകദേശം ഒരു ധാരണ വന്നു. ഇനി അല്ല എന്ന് പറയാനോ, ഈ ഇപ്പൊ ഈസിന്റെ കൂടി ആമിന്റെ കൂടി ആറിന്റെ കൂടി എന്ത് ചെയ്യുക, നോട്ട് ഇടുക അല്ലെ. ഈ ഈസ് ആം ആറിന്റെ കൂടെ നോട്ട് ഇട്ടാൽ അല്ല എന്ന് അർത്ഥം വരും. ഉദാഹരണം, അവൻ സ്ട്രോങ് അല്ല. ടൈപ്പ് ചെയ്തോളൂ, അവൻ സ്ട്രോങ് അല്ല. അവൻ സ്ട്രോങ് ആണ് എന്ന് എങ്ങനെ പറയാം, അവൻ എന്നുള്ള ഹി, ആണ് എന്നുള്ള ഈസ്. അപ്പൊ ഹി ഈസ് സ്ട്രോങ്, അവൻ സ്ട്രോങ് ആണ് അല്ലേ. ഹി ഈസ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവൻ സ്ട്രോങ് ആണ്. ഓക്കെ. അവൻ സ്ട്രോങ് അല്ല എന്ന് പറയാൻ ഹി ഈസ് നോട്ട് സ്ട്രോങ്, അവൻ സ്ട്രോങ് അല്ല അല്ലേ, റൈറ്റ്? അവർ ലേറ്റ് അല്ല. ഒരാൾ പറയണേ അവർ ലേറ്റ് ആട്ടോ വന്നേ, അവർ ലേറ്റ് ആണ് എന്ന് പറയാം. അപ്പൊ നമ്മൾ പറയണം, അവർ ലേറ്റ് ഒന്നല്ല, അവർ ലേറ്റ് അല്ല എന്ന് പറയണം. അവർ ലേറ്റ് അല്ല എന്ന് പറയണം. എങ്ങനെ പറയും? യെസ്, ദേ ആർ നോട്ട് ലേറ്റ്, അല്ലെങ്കിൽ ദേ ആർ ഇൻഡ് ലേറ്റ്. ഗുഡ് ജോബ്. ദേ ആർ ഇൻഡ് എന്നും പറയാട്ടാ. ഇപ്പൊ ഈ ഈസിന്റെ കൂടെ ഈ ആമല്ലാത്ത ബാക്കിയുള്ളതിന്റെ കൂടെ ഒക്കെ ഇൻഡ് എന്നിട്ടാൽ നോട്ടിന് തുല്യാണ്. ഇങ്ങനെ എന്നെ നിടുക, എന്നിട്ട് കോമഡ ടി ഇടുക. അപ്പൊ ഇൻഡ് എന്നില്ലേ, ഈസ് നിടുക, എന്നിട്ട് എന്നെ ഇടുക, എന്നിട്ട് മുകളിൽ കോമഡ ഇട്ട് ടി നിട്ടാൽ ഇൻഡ് എന്നില്ലേ. ആറിൻ്റെ ഈസിൻ്റെ ഇങ്ങനെ ഇൻഡ് നിട്ടാൽ ആർ നോട്ട് ഈസ് നോട്ട് എന്നുള്ളതിന് തുല്യമാണ് കേട്ടോ. സ്പേസ് വരാൻ പാടില്ല എന്ന് മാത്രം. അതായത് ഈസ് കഴിഞ്ഞിട്ട് തൊട്ടേശം എന്നെ ഇടുക, എന്നിട്ട് മുകളിൽ കോമഡ ടി ഇടുക. പക്ഷെ ആമിന് അങ്ങനെ ഇടില്ല കേട്ടോ. ആമിൻ്റെ മുകളിൽ ഇങ്ങനെ ഇൻഡ് നിടാൻ പാടില്ല, അങ്ങനത്തെ സാധനം ഇംഗ്ലീഷിലില്ല. ആറിൻ്റെ ഈസിൻ്റെ എന്നൊക്കെ പറയാം. ഓക്കെ, ശരി. അപ്പോൾ അടുത്തത് അവൻ അനുസരണയുള്ളവനല്ല. എടാ എനിക്ക് അവനെ വയ്യ, എനിക്ക് അവനെ നോക്കാൻ വയ്യ, അവൻ തീരെ അനുസരണ ഇല്ല എന്ന് പറയില്ലേ, അല്ലെങ്കിൽ അവൻ അനുസരണ ഉള്ളവനല്ല. അനുസരണ ഉള്ളവൻ എന്നുള്ള ഇംഗ്ലീഷ് എന്താ? ഒബീഡിയന്റ്. ഇതണ്ട, OBEDIENT സ്ക്രീനിലുണ്ട്. ഹി ഈസിൻഡ് ഒബീഡിയന്റ്, അല്ലെങ്കിൽ ഹി ഈസ് നോട്ട് ഒബീഡിയന്റ് കേട്ടോ. ഹി ഈസിൻഡ് ഒബീഡിയന്റ്, ഹി ഈസ് നോട്ട് ഒബീഡിയന്റ്. ഗുഡ് ജോബ് ഗൈസ്. സ്പെല്ലിംഗ് തെറ്റിക്കൂട്ടാന്ന് വിഷയമല്ല കേട്ടോ. സ്പെല്ലിംഗ് ഒക്കെ തെറ്റിക്കൂട്ടാ, അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ നിങ്ങൾ വഴിയേ പഠിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പറയുന്ന കാര്യം അല്ല, അതായത് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മിസ്റ്റേക്സ് വരുത്തുന്നതിൽ മടി ഉണ്ടാകാൻ പാടില്ല. മിസ്റ്റേക്സ് വരുത്തുക കേട്ടോ. ആരെങ്കിലും ഇപ്പോൾ ടൈപ്പ് ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ, മിസ്റ്റേക്സ് വരുമെന്നുള്ള കാരണം കൊണ്ട് ടൈപ്പ് ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, മിസ്റ്റേക്സ് വരുമെന്നുള്ള കാരണം കൊണ്ട് ടൈപ്പ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ
ദയവ് ഇത് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കരുത്. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കരുത്. കാരണം മിസ്റ്റേക്സ് വരുത്തണം. എന്നാലേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. സൈക്കിൾ ഓട്ടുമ്പോൾ തട്ടി വീഴും, മറിഞ്ഞു വീഴും. ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോൾ ബൈക്ക് ഓഫാവും. കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ കാർ ഓഫാവും. സോ ആ മിസ്റ്റേക്സ് വന്നാലേ അത് പഠിയുള്ളൂ. അതൊക്കെ മിസ്റ്റേക്സ് ആണ്. ഓരോ സംഭവം പഠിക്കുമ്പോൾ ഓരോ മിസ്റ്റേക്സ് വരും. അതേപോലെയാണ് ഇംഗ്ലീഷിലുള്ള ഈ മിസ്റ്റേക്ക്. സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ സ്പെല്ലിങ് തെറ്റും. അതേപോലെ ഹീ ഇടുന്നതിന് വരെ ഷീ ഇടും, വി ഇടുന്നതിന് വരെ ദേ ഇടും. മനസ്സിലായില്ലേ? അങ്ങനെ പല തെറ്റുകളും ഉണ്ടാവും. അതൊന്നും വകവെക്കാൻ പാടില്ല. ആ മിസ്റ്റേക്സ് വരുത്തി ശരിയാക്കുക വേണ്ടത്. മിസ്റ്റേക്ക് വരുന്ന ആളുകൾ ഉണ്ടെങ്കിലോ വരണേ. മിസ്റ്റേക്സ് വരുത്തുന്നില്ലെങ്കിൽ സന്തോഷം, അത്രേ ഉള്ളൂ. ശരി ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗം ഇനി നമ്മളിത് എന്താണെന്ന് പറയുക, ചോദ്യമായിട്ട് പഠിക്കാൻ പോവാ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഐ ആം നോട്ടും യു ആർ നോട്ടൊക്കെ പഠിച്ചു. ഇനി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വിടേണ്ടി വരിക കേട്ടോ. ഇനി അടുത്തത്, ഇപ്പം നീ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയാനേ നോക്കൂ. നീ ഒരു വിദ്യാർത്ഥിയാണെന്ന് പറയാൻ യു ആർ എ സ്റ്റുഡൻറ്റ് എന്നല്ലേ. നീ ഒരു വിദ്യാർത്ഥിയാണോ എന്ന് ചോദിക്കാൻ എന്താ ചെയ്യാന്നറിയോ? ഈ ആറില്ലേ, ഈ ആറിനെ എടുത്തിട്ട് യുവിൻ്റെ ഫ്രണ്ടിലാണ്ട് കൊണ്ടുപോയിടാം. അപ്പം നിങ്ങൾക്കറിയാം യു ആർ എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കുക കേട്ടോ. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആദ്യം ഞാനിവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു കാര്യം നോക്കട്ടോ. ഇവിടെ നമ്മൾ എന്താ പറയുക, ഇതൊക്കെ ഒരു സംഭവത്തിൻ്റെ പേരുകളാണ്. ഓരോ ആളുകൾ ചെയ്യുന്ന ഓരോ ജോലിയുടെ പേരുകളാണ്. അതായത് ഒരു സംഭവത്തിൻ്റെ പേരിനെ വിളിക്കുന്നതാണ് നമ്മൾ നൗൺ എന്ന്. ഇതൊക്കെ നോക്ക്, ഇതൊക്കെ വിശേഷണങ്ങളാണ്. ഇപ്പോൾ രാജു എന്നുള്ള ഒരാളെന്നെ വിശേഷിപ്പിക്കുകയാണ്. അവൻ യങ് ആണ്, യുവാവാണ്. സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ ശക്തനാണ്. ഇൻ്റലിജൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവൻ ബുദ്ധിമാനാണ്. ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ അവൻ കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. സ്റ്റൈലിഷ് ആണെന്ന് പറഞ്ഞാൽ അവൻ നല്ല സ്റ്റൈലായിട്ടുള്ള ഒരാളാണ്. സ്മാർട്ട് ആണെന്ന് പറഞ്ഞാൽ അവൻ നല്ല മിടുക്കനാണ്. ഒബീഡിയൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവൻ വളരെ അനുസരണയുള്ളവനാണ്. രാജു എന്നുള്ള ഒരാളെ എങ്ങനെ വിശേഷിപ്പിക്കല്ലേ? ഇതിനൊക്കെ വിശേഷണങ്ങൾ എന്ന് പറയാം. ഈ യങ് ആണ്, സ്ട്രോങ് ആണ്, ഇൻ്റലിജൻ്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് അഡ്ജക്റ്റീവ്സ് എന്ന പേരാണ്. അതൊക്കെ നിങ്ങൾ വേറെ വിഷയമൊക്കെ ഞാൻ പിന്നീട് പഠിപ്പിക്കാം. ഇതൊക്കെ നോക്കൂ, ഇതിങ്ങനത്തെ വിശേഷണങ്ങളല്ല. ഇതെന്താ സംഭവം എന്നറിയോ? ഒരാൾ ചെയ്യുന്ന ജോലിയുടെ പേരുകളാണ്. ആ ജോലി ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ്. അത് പഠിപ്പിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് ടീച്ചർ. കൃഷി എന്നുള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരാളെ വിളിക്കുന്ന പേരാണ്, കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുടെ പേരാണ് ഫാർമർ അല്ലേ. ചിത്രം വരച്ച് ജീവിക്കുന്ന ആളുടെ പേരാണ് പെയിന്റർ അല്ലേ. ഭക്ഷണം പാകം ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ പേരാണ് ഷെഫ് അല്ലേ. അപ്പോൾ മരപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ പേരാണ് കാർപ്പൻ്റർ അല്ലേ. മാംസം വിറ്റ് ജീവിക്കുന്ന ഒരാളുടെ പേരാണ് ബുച്ച അല്ലേ, ബുച്ച. അതേപോലെ ശുശ്രൂഷിച്ച് ജീവിക്കുന്ന ഒരാളുടെ പേരാണ് നേഴ്സ് അല്ലേ. ബാർബർ ആരാണ്, യൂട്യൂബർ ആരാണെന്നൊക്കെ അറിയാം ഇല്ലേ. ഇതൊക്കെ നൗണുകളാണ്. ഒരാളുടെ പേരിനെ വിളിക്കുന്ന പേരുകളാണ്. ഓരോ ജോലി ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരുകളാണ്. റൈറ്റ്. ഇങ്ങനെയുള്ളതിന്റെ മുന്നിൽ നമ്മൾ എന്ന് വെക്കണം. ഇങ്ങനെയുള്ളതിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ന് വെക്കണം കേട്ടോ. അപ്പൊ ഞാനൊരു ടീച്ചറാണെന്ന് പറയുമ്പോൾ ഐ ആം എ ടീച്ചർ എന്ന് വെക്കും. നീ ഒരു ടീച്ചറാണെന്ന് പറയുമ്പോൾ യു ആർ എ ടീച്ചർ എന്ന് വെക്കും. ഓക്കെ, അവർ ടീച്ചർമാരാണ് വെക്കുമ്പോഴാ ഇവിടെ ഒരു എന്ന് വരുമ്പോഴാണ് നമ്മൾ എ വെക്കുന്നത് കേട്ടോ. അവർ ടീച്ചർമാരാണ് നോക്കുമ്പോൾ അവർ ഒരു ടീച്ചർമാരാണെന്ന് വെക്കില്ലല്ലോ, ഇല്ല. അവർ ടീച്ചർ, അപ്പൊ ദേ ആർ ടീച്ചേഴ്സ് നോക്കുക കേട്ടോ. ദേ ആർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചർമാരാണ് എന്നാണ്. ഒരു എന്നർത്ഥം വരുമ്പോൾ മാത്രമേ എ വെക്കാൻ പാടുള്ളൂ. ഞാൻ ഒരു ടീച്ചറാണ് കണ്ട. നീ ഒരു ടീച്ചറാണ്, യു ആർ എ ടീച്ചർ. അതുപോലെ ഞങ്ങൾ ടീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞാൽ വി ആർ ടീച്ചേഴ്സ്. ഓക്കെ, ഇവിടെ നോക്ക്, അവൻ ഒരു ടീച്ചറാണെന്നല്ലേ പറയാ. അപ്പൊ ഹി ഈസ് എ ടീച്ചർ അല്ലെ. അവൾ ഒരു ടീച്ചറാണെന്നല്ലേ പറയാം. അപ്പൊ ഷീ ഈസ് എ ടീച്ചർ. കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ ആം എ ഫാമർ, ഐ ആം എ കാർപ്പൻ്റർ, ഐ ആം എ ബുച്ചർ, ഐ ആം എ പെയിന്റർ, ഐ ആം എ യൂട്യൂബർ എന്നൊക്കെ പറയും. ഓക്കെ, റെഡി? ശരി, ഇനി പറയുന്ന ഒരു കാര്യം നോക്കാം. ഇത് ചോദ്യം, ഇപ്പം നീ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയാം, യു ആർ എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു ഇല്ലേ. നീ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരു എന്നുള്ള അർത്ഥത്തിലാണ്. നീ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയുമ്പോൾ ഒരു എന്ന് വരുമ്പോൾ എ വെക്കുന്നു അല്ലെ. യു ആർ എ സ്റ്റുഡൻറ്റ്, നീ ഒരു സ്റ്റുഡൻ്റ് ആണ്. നീ ഒരു സ്റ്റുഡൻ്റ് ആണോ എന്ന് ചോദിക്കാൻ എന്താ ചെയ്യുക? ഈ ആറ് എടുത്തിട്ട് എന്ത് ചെയ്യുക? മുന്നിൽ കൊണ്ടുപോയിടുക. അപ്പൊ അതായത് ആറ് ആദ്യം വരും. അതിനുശേഷം ഈ യു ഇല്ലേ, ആറിന്റെ മുന്നിലുള്ള യു ഇല്ലേ, അത് ഇങ്ങോട്ട് കൊടുത്തിടുക. ആർ യു എ സ്റ്റുഡൻറ്റ്
ആർ യു എ സ്റ്റുഡൻറ്, നീ ഒരു സ്റ്റുഡൻ്റ് ആണോ എന്നായി. ആർ യു എ സ്റ്റുഡൻറ് എന്ന് വെച്ചാൽ നീ ഒരു സ്റ്റുഡൻറ് ആണോ എന്നായി. ഓക്കെ ആണോ? ശരി. ദേ ആർ ബിസി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അവർ ബിസി ആണ് എന്നാണ്. ഇനി അവർ ബിസി ആണോ എന്ന് ചോദിച്ചേ. അവർ ബിസി ആണോ എന്ന് എങ്ങനെ ചോദിക്കുക? അവർ ബിസി ആണോ? ദേ ആർ ബിസി പറഞ്ഞാൽ അവർ ബിസി ആണ് എന്നാണ്. ഇനി അവർ ബിസി ആണോ എന്ന് ചോദിക്കണം. എന്ത് ചെയ്യും? ഈ ആറ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ ആറ് എടുത്തിട്ട് മുന്നേ കൊണ്ടുപോയിടുക. അപ്പൊ എന്താവും? ആർ ദേ എന്നാകും. ആർ ദേ ബിസി അല്ലെ? ആർ ദേ ബിസി എന്നായി. ആർ ദേ ബിസി, അവർ ബിസി ആണോ എന്നായി. ഇല്ലേ? ഗുഡ്. അങ്ങനെയാണെങ്കിലേ വി ആർ ലേറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ലേറ്റ് ആണ്. നമ്മൾ ലേറ്റ് ആണോ? നമ്മൾ ലേറ്റ് ആണോ? നമ്മൾ സമയത്തില്ലേ? നമ്മൾ ലേറ്റ് ആണോ എന്ന്. നമ്മൾ ലേറ്റ് ആണോ എന്ന് എങ്ങനെ ചോദിക്കുക? വി ആർ ലേറ്റ് ആണോ നമ്മൾ ലേറ്റ് ആണ് എന്നാണ്. നമ്മൾ ലേറ്റ് ആണോ എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യാ? എന്ത് ചെയ്യണം നമ്മള്? ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തേ? യു ആർ എ സ്റ്റുഡന്റ് എന്ന് പറയണമെങ്കിൽ ആർ എടുത്തിട്ട് യു ആർ എ സ്റ്റുഡന്റ് ആണോ? നീ സ്റ്റുഡന്റ് ആണ്. നീ ഒരു സ്റ്റുഡന്റ് ആണോ എന്ന് ചോദിക്കാൻ ആർ എടുത്തിട്ട് മുന്നേ കൊണ്ടിട്ടു. അപ്പൊ ആർ യു എന്നായി. അപ്പൊ ആർ യു എ സ്റ്റുഡന്റ് എന്നായി. അവർ ബിസി ആണെന്ന് പറയാൻ ദേ ആർ ബിസി എന്നാണ് അല്ലെ? അവർ ബിസി ആണോ എന്ന് ചോദിക്കാൻ ആർ എടുത്ത് മുന്നേ കൊണ്ടിട്ടുണ്ട് ആർ ദേ ബിസി എന്നായി. ഇല്ലേ? വി ആർ ലേറ്റ് ആണ് നമ്മൾ ലേറ്റ് ആണ് എന്നാണ്. ഈ ആർ എടുത്ത് മുന്നേ കൊണ്ടിട്ട് എന്ത് ചെയ്യണം? ആർ വി ലേറ്റ് എന്നാക്കും. ഇല്ലേ? ആർ വി ലേറ്റ്, നമ്മൾ ലേറ്റ് ആണോ? ഹീസ് എ ടീച്ചർ എന്ന് വെച്ചാൽ അവൻ ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞാല് അവനൊരു ടീച്ചർ ആണ് എന്നാണ്. ഇനി ചോദിക്കേണ്ട അവൻ ടീച്ചർ ആണോ എന്നാണ്. അവൻ ടീച്ചർ ആണോ എന്നാണ്. ഞാൻ പറയുമ്പോൾ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ടൈപ്പ് ചെയ്ത് വെച്ചോ. ഞാൻ പറയുമ്പോൾ എൻ്റർ ചെയ്താൽ മതിയാ. എല്ലാവരും ടൈപ്പ് ചെയ്ത് വെച്ചോ. ഇത് അവസാനിപ്പിക്കുകയാണ് നമ്മളിപ്പോ. റൈറ്റ്? ഈസ് എ ടീച്ചർ, അവൻ ടീച്ചർ ആണെന്നാണ്. നമുക്ക് ഇനി വേണ്ടത് അവൻ ടീച്ചർ ആണോ എന്നുള്ളതാണ്. ഓക്കെ, ടൈപ്പ് ചെയ്തോളൂ. നോക്കൂടോ, ഇവിടെ സ്ക്രീനിൽ നോക്കൂട്ടാ. ഹി ഈസ് എ ടീച്ചർ എന്നുള്ളതിന് ഹി ഈസ് എ ടീച്ചർ എന്നുള്ളതിന് ഈ ഈസിന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുന്നേ കൊണ്ടിടേണ്ടത്. ഓക്കെ, റൈറ്റ്. ഞാനേ ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ ഒന്നുകൂടെ ഒന്ന് സെറ്റോ. അപ്പൊ നോക്കാം. നീ ഒരു യൂട്യൂബർ ആണെന്ന് എങ്ങനെ പറയാം? നീ ഒരു യൂട്യൂബർ ആണ്. നീ ഒരു യൂട്യൂബർ ആണ് എന്നെങ്ങനെ പറയും? നീ ഒരു യൂട്യൂബർ ആണ് എന്നെങ്ങനെ പറയും? നീ ഒരു യൂട്യൂബർ ആണ് എന്നെങ്ങനെ പറയും? യു ആർ എ യൂട്യൂബർ. യു ആർ എ യൂട്യൂബർ അല്ലെ? യു ആർ എ യൂട്യൂബർ. നീ ഒരു യൂട്യൂബർ ആണ് എന്നാണ്. ഓക്കെ. ഇനി നീ യൂട്യൂബർ ആണോ എന്ന് ചോദിക്കാൻ എന്താ ചെയ്യാ? എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? യു ആർ യൂട്യൂബർ എന്ന് വെച്ചാൽ നീ യൂട്യൂബർ ആണ് എന്നാണ്. നീ യൂട്യൂബർ ആണോ എന്ന് ചോദിക്കാൻ ഈ ആർ എടുത്തിട്ട് എന്ത് ചെയ്യാ? ഇതിന് മുന്നിലെ കൊണ്ടിടുക. അപ്പൊ എന്താ വരിക? ആറ് ഫ്രണ്ടിൽ വന്ന ആർ യു എന്നാവും. ആർ യു എ യൂട്യൂബർ. ആർ യു എ യൂട്യൂബർ. നീ യൂട്യൂബർ ആണോ എന്നാണ്. ഓക്കെ, അടുത്ത് നോക്ക. അവൻ ഒരു ഫാർമർ ആണ് എന്നെങ്ങനെ പറയും? അവൻ ഒരു കർഷകനാണെന്ന് എങ്ങനെ പറയാം? ഹി ഈസ് എ ഫാമർ. അവനൊരു കർഷകനാണ് അല്ലേ? ഹി ഈസ് എ ഫാമർ എന്ന് പറഞ്ഞാൽ അവനൊരു കർഷകനാണ്. ഇനി അവനൊരു കർഷകനാണ്. ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ടട്ടാ. ഇനി നമുക്ക് പറയേണ്ടത് അവനൊരു കർഷകനാണോ എന്നുള്ള. കർഷകനാണോ? ഹീസ് എ ഫാർമർ എന്ന് വെച്ചാൽ അവൻ ഫാർമർ ആണ് എന്നാണ്. ഇനി നമുക്ക് പറയേണ്ടത് അവനൊരു ഫാർമർ ആണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഈസ് എടുത്തൊരു ഫ്രണ്ടിൽ കൊണ്ടുപോയിടാം. അപ്പൊ ഈസ് എന്നാവും. ഹി ശേഷം ഹി. ഈസ് ഹി എ ഫാർമർ? അവനൊരു ഫാർമർ ആണോ? ഓക്കെ, ശരി. അവളൊരു നേഴ്സാണ്. അവസാനത്തെ സാധനമാണ്. ഇതും കൂടെ കഴിഞ്ഞു. അവളൊരു നേഴ്സാണെന്ന് എങ്ങനെ പറയും? ഷീ ഈസ് എ നേഴ്സ്. അവളൊരു നേഴ്സാണെന്ന് പറയും അല്ലെ? ഷീ ഈസ് എ നേഴ്സ്. അവളൊരു നേഴ്സാണെന്ന് പറയും അല്ലെ? ഷീ ഈസ് എ നേഴ്സ്. അവളൊരു നേഴ്സാണ്. ഷീ ഈസ് എ നേഴ്സ്. അവളൊരു നേഴ്സാണെന്ന് പറയും. ഇനി നമ്മൾ പറയണത് അവളൊരു നേഴ്സാണോ? അവളൊരു നേഴ്സാണോ എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാ?
ആ ഈസ് എടുത്തിട്ട് ഫ്രണ്ടിൽ കൊണ്ടുപോയിടും. എന്നിട്ട് അപ്പോൾ എന്താവും ഈസ് എന്ന് ആവും. ഈസ് ഷീ എ നഴ്സ്, അവളൊരു നഴ്സാണോ എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് നമ്മളെ ഇന്നത്തെ സെഷൻ കേട്ടോ. നമുക്ക് വാസ്തവം അടുത്ത ക്ലാസ്സിൽ പറയാം. ഗൈസ് ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടോ? ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടോ? ഓക്കെ, റൈറ്റ്. സോ ഇനി ഇതേപോലെ തന്നെ നമ്മൾ നാളെ വാസ് വേർ ചെയ്യും, ഹാവ് ഹാസ് ചെയ്യും. ഓക്കെ, റെഡി? ശരി. അപ്പോൾ നിങ്ങൾ അപ്പോൾ ഈ ബാച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഫ്രീ ക്ലാസ് വെക്കുന്നുണ്ട്. 7 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നമ്മളെ ക്ലാസ്സിനെ പറ്റി പറയണം, മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവുക, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. വേറെ കാര്യം കൂടെ ഉണ്ട്, റിക്വസ്റ്റും കൂടെ ഉണ്ട്. ഞാൻ ഇത്തവണ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം പ്രൊമോഷൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സാധാരണ ഒരു ഞാൻ യൂസ് ചെയ്യുന്നൊരു ഫോണുണ്ട്. യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഓഫീസ് ഫോൺ തന്നെയാണ്. 2 ഓഫീസ് ഫോണാണല്ല. അതിൽ ഒരു ഓഫീസ് ഫോണിൽ മാത്രമാണ് സ്റ്റാറ്റസ് ഇട്ടുള്ളത്. അത് പുതിയ ഫോൺ. പഴയ ഫോണിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നായിരിക്കില്ല അവസ്ഥ. കാര്യം അട്ടിച്ചറുത്ത് ക്ലാസ്സിൽ കയറും കുട്ടികൾ. അപ്പോൾ അത് വേണ്ട. ആവശ്യമുള്ളവർ ഞാനത് അത്ര അടിച്ചറുത്ത് കയറണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അതിലിടാഞ്ഞത്. വേറെ കാര്യം കൂടെ, പിന്നെ ഒരു കാര്യം കൂടെ, അത്ര ആവശ്യമുള്ളവർ മാത്രം ക്ലാസ്സിൽ കയറിയാൽ മതി. കയറുന്നവർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. പിന്നെ വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കയറുന്ന ഫ്രീ ക്ലാസ്സിലാണെങ്കിലും ശരി, നമ്മൾ ക്വാളിറ്റി ക്ലാസ്സാണ് കൊടുക്കുന്നത്. ഇതുപോലെ ഫ്രീ ക്ലാസ് കിട്ടുന്ന എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണില്ല. ഒരാൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇതുപോലെ ഫ്രീ ആയിട്ട് കൊടുക്കണില്ല, എൻ്റെ അറിവില്ല. റൈറ്റ്. ഇനി ഒരു കാര്യം, അത് നിങ്ങൾക്ക് ഇനി മനസ്സിലാവും ചെയ്യും. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ ഇട്ട് തരുമ്പോൾ മനസ്സിലാവും. കുട്ടികൾ മറ്റുള്ളവരൊക്കെ നിങ്ങൾ ക്ലാസ് ആയിട്ട് ഇട്ട് തരുമ്പോഴും വോയിസ് ക്ലാസ് ഒക്കെ ഇട്ട് തരുമ്പോൾ മനസ്സിലാവും. അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആരും ഫ്രീ ക്ലാസ് കൊടുക്കണില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യം, ഏതാണെങ്കിലും ഫ്രീ ആണ്. അപ്പോൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, ഒരു 199 രൂപ വാങ്ങുക, അവർക്കൊരു സീരിയസ്നെസ് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്രീ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർ നല്ല രീതിയിൽ ക്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം ആ പൈസ റീഫണ്ട് ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മളൊരു എഫേർട്ട് എടുക്കണില്ലേ. അപ്പം ഞാനിപ്പോൾ ഒരു എഫേർട്ട് ഇതിനു വേണ്ടി എടുക്കുന്നില്ലേ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്, ഇതിനൊക്കെ എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാ ഒരു എഫേർട്ടിന് ഒരു വില ഇല്ലാത്ത രീതിയിൽ ചില ആളുകൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ വർക്ക് ചെയ്യില്ല, ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറഞ്ഞാൽ ക്ലാസ്സിൽ പങ്കെടുക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇത്തവണ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. റൈറ്റ്. അപ്പോൾ നിങ്ങളത് ശരിക്കും ഉപയോഗപ്പെടുത്തുക ക്ലാസ്. ഓക്കെ. So guys, thank you so much. We'll meet again next time. Till then, take care and bye guys. Good night.